ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് താപം എന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കൈനറ്റിക് എനർജീനെയാണ് നമ്മൾ താപം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ താപം എന്ന് പറയുന്നത്. താപോർജത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. താപോർജത്തിൻ്റെ തെർമൽ എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അതുപോലെ എനർജിയുടെ SI യൂണിറ്റും ജൂൾ ആണ്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. താപോർജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? തെർമോഡൈനമിക്സ്. ഓക്കെ, അപ്പോൾ താപോർജത്തെക്കുറിച്ചുള്ള പഠന ശാഖയുടെ പേരെന്താണ്? തെർമോഡൈനമിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താണ് അറിയപ്പെടുന്നത്? ക്രയോജനിക്സ്. ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് ക്രയോജനിക്സ് എന്നറിയപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -153 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള വസ്തുക്കളെ കുറിച്ചൊക്കെയുള്ള പഠനത്തിനെ നമ്മൾ എന്തെന്ന് പറയും? ക്രയോജനിക്സ് എന്ന് പറയും. -153 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓർത്തിരിക്കുക. താപോർജത്തിന്റെ യൂണിറ്റ് കലോറി യൂണിറ്റിൽ കൂടി കാണാറുണ്ട്. ഇനി എന്താണ് കലോറി എന്ന് നോക്കാം. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെയാണ് ഒരു കലോറി എന്ന് പറയുന്നത്. എന്താണ്? 1 ഗ്രാം ജലത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപം, എത്ര ഹീറ്റാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലോറി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. 1 ഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത്. അപ്പോൾ കലോറിയും ജൂളും ഒരേ അളവിലായിരിക്കുമോ? ഇല്ല. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഓക്കെ, 1 കലോറി ഈസിക്കൽ ടു 4.2 ജൂളാണ്. ഓർത്തിരിക്കുക, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്താണ് താപനില എന്ന് നോക്കാം. താപവും താപനിലയും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്ന് നോക്കാം. താപനില എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ആണല്ലേ. ഇംഗ്ലീഷിൽ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയും. താപം എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. താപനില എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഹീറ്റും ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ ശരാശരിനെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. എന്താണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെയുള്ള ഗതികോർജത്തിൻ്റെ ശരാശരി. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ആണല്ലേ. എന്നാൽ നമ്മൾ താപം പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെയുള്ള ഗതികോർജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ താപം അല്ലെങ്കിൽ താപോർജം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് എടുക്കുന്നത്? അതിൻ്റെ ശരാശരിയാണ്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിനാണ്. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. എന്നാൽ താപത്തിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നു? ജൂളായിരുന്നു. ഓർത്ത് വെക്കുക. ഒരു വസ്തുവിൻ്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവെന്ന് പറയുന്നത് എന്താണ്? താപനിലയാണ്. ഒരു വസ്തുവിന് എത്ര താപമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. താപനിലകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ താപോർജം താപം കൂടിയ സ്ഥലത്ത് നിന്നും താപം കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുന്നു. ഓക്കെ, താപനിലകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ താപോർജം കൂടിയ സ്ഥലത്ത് നിന്ന് താപോർജം കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഇനി അടുത്തതായി, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിൻ്റെ താപനില വർദ്ധിക്കുകയും നേരെ തിരിച്ച് താപനില കുറയുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കുറയുകയും ചെയ്യുന്നു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ കൈനറ്റിക് എനർജി, അതായത് ഗതികോർജം കൂടുമ്പോൾ ആ വസ്തുവിലെ തന്മാത്രകളുടെ ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്നത് കൂടുന്നു. അതുപോലെ കൈനറ്റിക് എനർജി കുറയുകയാണെങ്കിൽ ടെമ്പറേച്ചറും കുറയുന്നു.
അപ്പോൾ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോട്, താപനിലയിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കൈനറ്റിക് എനർജി കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുകയും കൈനറ്റിക് എനർജി കുറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നു. ഇനി താപനിലയെ അളക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് തെർമോമീറ്റർ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. താപനില അളക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏത് യൂണിറ്റ് ആണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ താപനില അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ എന്ന് പറയുന്നത് ഏതാണ്? മെർക്കുറി തെർമോമീറ്റർ ആണ്. ഓക്കെ, താപനില അളക്കാൻ വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി തെർമോമീറ്റർ ആണ്. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന ഈ ഒരു റെഡ് കളർ ആയിരിക്കും എന്ത്? അതിലുള്ള മെർക്കുറി. ഇപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കൂടുകയും ചൂട് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ്. അതുകൊണ്ടാണ് അതിനെ മെർക്കുറി തെർമോമീറ്റർ എന്നറിയപ്പെടുന്നത്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ ആണ്. ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരൻസിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ്. PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത് നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. 7th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ, അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള മെൻറ്റർ സപ്പോർട്ട് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. PSC പരീക്ഷകളിൽ SCERT NCERT പാഠഭാഗങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ? എന്നാൽ കുറഞ്ഞ കാലയളവിൽ ഇത്രയും പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് മുഴുവൻ SCERT NCERT പാഠഭാഗങ്ങളും ചിട്ടയായി പഠിച്ചു തീർക്കുന്നതിനുള്ള പുതിയൊരു സ്റ്റഡി പ്ലാൻ SCERT ഗാല ഈ ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് 6 മാസത്തേക്ക് വെറും 890 രൂപയാണ്. എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് 5 എന്ന കോഡ് ഉപയോഗിച്ച് 8921331609 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതായിട്ട് തെർമോമീറ്റർ കണ്ടുപിടിച്ചതാരാണ്? ഗലീലിയോ ആണ് അല്ലേ? അദ്ദേഹമാണ് ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പോൾ എക്സാമിന് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ഗലീലിയോ ആണ്. എന്നാൽ മെർക്കുറി തെർമോമീറ്റർ സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ഫാരൻഹീറ്റ്. ശരീര താപനില അളക്കുന്ന ഉപകരണം എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. നമുക്ക് പനിയെല്ലാം വരുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, ഇത് കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ഓക്കെ, പേരോർത്തിരിക്കുക. തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ഇദ്ദേഹമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ഫാരൻഹീറ്റ്. ഓർത്തിരിക്കുക. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ഫാരൻഹീറ്റ്. ഇനി അടുത്തതായിട്ട് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരുന്ന ടെമ്പറേച്ചറിനെ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില ഏതാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്. അതിന് നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നു. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് ഏതായിരിക്കും? അബ്സല്യൂട്ട് 0 ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? അബ്സല്യൂട്ട് 0. കാരണം ആ തന്മാത്രയിലെ മുഴുവൻ ഗതികോർജത്തിൻ്റെ അളവ് എന്തായിരിക്കും?
പൂജ്യമായിരിക്കും. ഇനി അടുത്തതായിട്ട് ഊഷ്മാവ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഊഷ്മാവ് എന്ന് നോക്കാം. വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? താപനിലയാണ് അല്ലെ, ടെമ്പറേച്ചർ തന്നെയാണ്. അതിന്റെ ഗതികോർജത്തിന്റെ ശരാശരി അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, ഊഷ്മാവ് എന്ന് പറയുന്നത്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. അതായത് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, അതുപോലെ ഫാരൻഹീറ്റ്. ഓക്കെ, കെൽവിൻ എന്തിലായിരിക്കും? ക്യാപിറ്റൽ കെ ആണ്. ഫാരൻഹീറ്റ് എഫ് ക്യാപിറ്റൽ ആണ്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് സി ക്യാപിറ്റൽ ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഇതിന്റെ കോമൺ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുകുക അല്ലേ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുകാൻ ആവശ്യമായിട്ടുള്ള നിശ്ചിത താപനില, ആ ഒരു ടെമ്പറേച്ചറിൻ്റെ അളവിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഐസിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 273 കെൽവിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലെ നമുക്ക് എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് നോക്കാം. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവക ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാങ്കം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനെ ഐസ് ആക്കാൻ ആവശ്യമായിട്ടുള്ള താപനിലയെയാണ് നമ്മൾ ഖരാങ്കം അഥവാ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റത്തിനെയാണ് നമ്മൾ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഐസ് എന്തായി മാറുന്നു? ചൂടാക്കി കഴിയുമ്പോൾ അത് വെള്ളമായി മാറുന്നു. വെള്ളത്തിനെ നമ്മൾ വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ അത് എന്തായി മാറുന്നു? ഗേഷ്യസ് ഫോമിലേക്ക്, വാതക രൂപത്തിലേക്ക് മാറുന്നു. ഇവിടെ ഐസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് അവസ്ഥയിലാണ്? സോളിഡ് ആണല്ലേ. അത് വാട്ടർ ആയി കഴിയുമ്പോൾ, വെള്ളമായി കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ലിക്വിഡ് ആകുന്നു. വീണ്ടും അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, വാതക രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ നടക്കുന്ന സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ആണ് അല്ലെ. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇതിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട്, ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപം താപധാരിത. ഒരു പദാർത്ഥത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തിനെയാണ് നമ്മൾ താപധാരിത എന്ന് പറയുന്നത്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചതാരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് വാല്യൂസിനെയാണ് പരിചയപ്പെടുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അല്ലെങ്കിൽ 32 ഫാരൻഹീറ്റ് ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? 273 കെൽവിൻ. അതുപോലെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഫാരൻഹീറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ടെമ്പറേച്ചറിനെ കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നുണ്ട്, അത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 9/5 ഇൻറ്റു എത്ര ഡിഗ്രി സെൽഷ്യസിനെയാണോ ഫാരൻഹീറ്റ് ആക്കേണ്ടത് ആ വാല്യൂ ഇവിടെ എഴുതുക, പ്ലസ് 32. ഓക്കെ, അതുപോലെ തന്നെ ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റാൻ വേണ്ടി 5/9 ഇൻറ്റു, നമുക്ക് ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുണ്ടാവുക, അതിന് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആക്കണം. അതിനുവേണ്ടി എത്ര ഫാരൻഹീറ്റ് ആണോ തന്നിരിക്കുന്നത് ആ വാല്യൂ മൈനസ് 32. അടുത്തതായിട്ട് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കുന്നത് വളരെ ഈസിയാണ്. ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. ഓക്കെ, എത്രയാണോ വാല്യൂ അതായിരിക്കും കെൽവിൻ എന്ന് പറയുന്നത്. ഇനി കെൽവിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റാൻ കെൽവിൻ നിന്നും എത്ര കെൽവിനാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നും എത്ര മൈനസ് ചെയ്യണം? 273 മൈനസ് ചെയ്താൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡൗട്ട്സ് ഒക്കെ മാറും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ആരെങ്കിലും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്.
വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.